ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പെറ്റ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുള്ളൂ. പെറ്റ്സിനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ പറയില്ല. ഇന്നത്തെ വീഡിയോ വളരെയധികം സന്തോഷമുള്ള ഒരു മിറക്കിൾ പോലെ നടന്നൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ദയവായിട്ട് നിങ്ങൾ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ഷബൂസ് വ്ലോഗ് പെറ്റ്സ് വേൾഡ് ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം. എനിക്ക് നല്ലൊരു ഓറഞ്ച് കളർ ക്യാറ്റ് ഉണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ അവളുണ്ടായിരുന്നു. അവളെ പോലെ തന്നെ ഒരു ക്യാറ്റിനെ എനിക്ക് ഈ ഒരു 12-ാം തീയതി, ഈ കഴിഞ്ഞ 12-ാം തീയതി അൽക്കിസി സ്പോൺ പാർക്കിൽ നിന്ന് കിട്ടി. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ, സിമിലർ ആണോ എന്നുള്ളത്. ലൈഫിൽ ചില മൊമെന്റ്സ് നമുക്ക് റീലീവ് ചെയ്യാൻ പറ്റുമെന്ന് പറയില്ല, ഒന്നുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അവള് ഈ ഒരു പുതിയ ക്യാറ്റിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും കുക്കിയുടെ അതേ സ്വഭാവവും കാണാനും അതുപോലെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ അവളെ കുളിപ്പിച്ചപ്പോഴത്തേനും ശരിക്കും കുക്കിയുടെ ഒരു ബാത്തിങ് വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേ സ്വഭാവവും ആഫ്റ്റർ ബാത്ത് ലുക്കും എല്ലാം സെയിം ആണ്. കുക്കിക്ക് പകരം കുക്കി മാത്രമേ ഉള്ളൂ, പക്ഷെ ഇതും സ്പെഷ്യലാണ്. അവൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാറ്റാണ്, ഭയങ്കരമായിട്ട് പെർ ചെയ്യുന്ന ഒരു ക്യാറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ പേര് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ലഡു എന്നാണ്. അപ്പൊ ലഡു കുട്ടിയെ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. എന്നിട്ട് കുക്കിയുടെ വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം, ഫോട്ടോസുമായിട്ടുള്ള സമയമൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അവളെ വെറ്റിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണിപ്പോ. ഇതില് മുകളിലത്തെ പിക്ചറിലുള്ളത് ലഡുവും താഴത്തെ പിക്ചറിലുള്ളത് നമ്മുടെ കുക്കിയാണ്. ഇതാണ് മിസ് ലഡു. ഇപ്പൊ ഞങ്ങൾ വെറ്റിനെ കാണാൻ വേണ്ടിട്ട് പോകുന്ന വഴിയാണ്. രാവിലെ 10 മണി കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എപ്പം നോക്കിയാലും ഇത് തന്നെ അവസ്ഥ. നമ്മൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തു, കാരണം ഇത് ആരുടെ കയ്യിൽ നിന്ന് പോയ ക്യാറ്റാണോ ഏതാണെന്ന് അറിയില്ലല്ലോ. പക്ഷേ അൽക്കിസി സ്പോൺ പാർക്കിന് ഇതിനു മുമ്പ് ക്യാറ്റ്സിനെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 99% ഓണേഴ്സ് ഇല്ലാത്ത, ഓണേഴ്സ് കളഞ്ഞിട്ട് പോകുന്ന ക്യാറ്റ്സ് ആണ്. പ്രത്യേകിച്ചും ഇപ്പൊ പിള്ളേർക്ക് എക്സാംസ് ഒക്കെ കഴിയാറായ സമയത്ത് നാട്ടിലേക്ക് കുറെ ഫാമിലീസ് പോകുന്നുണ്ട്. അപ്പൊ അവരൊക്കെ കളഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതുപോലുള്ള ഒരു കുഞ്ഞിതിനെയൊക്കെ എങ്ങനെ കളഞ്ഞിട്ട് പോകാൻ മനുഷ്യർക്ക് തോന്നുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും ലൈഫിൽ എവിടെയെങ്കിലും ഒക്കെ അടികിട്ടും. നിങ്ങളിപ്പോൾ ഒരു പെറ്റിനെ മേടിക്കുകയാണെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് അതിനെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. ഇനിയായാലും എന്റെ മോക്ക് വേണ്ടി, എന്റെ മോന് വേണ്ടി കളിക്കാനെന്ന് പറഞ്ഞ് മേടിക്കാൻ അവർ പാവകളല്ല. അപ്പൊ അവർക്കും ഇത്ര വയസ്സിന്റെ ബുദ്ധിയൊക്കെ ഉള്ള ജീവികളാണ്. വളരെ ഇതായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഇത് തന്നെയെന്ന് വെച്ചാല് ഗേൾ ക്യാറ്റാണ്. ഇതിനെ സ്പേ ചെയ്തിട്ടില്ല. അത് തന്നെ അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അന്യായമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതുപോലെ പെരുവഴിയിലാവത്തേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓടി കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നോക്കാൻ ആൾക്കാരുണ്ട് കുറേയൊക്കെ. പക്ഷെ നാട്ടിലും ഇതുപോലെ കൊണ്ട് കളയുന്ന അവസ്ഥയൊക്കെ ഒരുപാടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അത് കുറച്ച് കൂടുതലാണ്. ഈ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല ചെലവുണ്ട്. ഇപ്പൊ തന്നെ നാട്ടിലോട്ട് ഇടയ്ക്ക് ഒരു ക്യാറ്റ് വന്നതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പൊ അതിന് തന്നെ അത്ര എമൗണ്ട് ചെലവുള്ളൂ. പക്ഷെ UAE നിന്ന് അങ്ങോട്ടുള്ളത് അത്യാവശ്യം നല്ല ചെലവുണ്ട് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ എനിക്ക് ഓൾറെഡി 3 ക്യാറ്റ്സ് ഉള്ളതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇവളും കൂടെ ആവുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും സത്യം പറഞ്ഞ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണമായിരുന്നു എടുക്കുന്നതിന് മുമ്പ്. ബട്ട് സ്റ്റിൽ അത്രയും സാമ്യം കുക്കിയായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവളെ എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് വേറെ എവിടെയെങ്കിലും ഒരു ഫാമിലിക്ക് അഡോപ്ഷന് കൊടുത്തേനെ. അവളെ കിട്ടിയത് സെയിം ഡേ തന്നെ മൈക്രോചിപ്പ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു പെറ്റ് ഷോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞത് ശരിക്കും വയറ് വീർത്തിരിപ്പുണ്ട്, നിപ്പിൾസ് കണ്ടിട്ട് പ്രഗ്നന്റ് ആണോ എന്ന് തോന്നുന്നുണ്ടെന്നാണ്. കുഞ്ഞി ക്യാറ്റാണ്, കൂടിപ്പോയ ഒരു 8 മാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലൈഫിന് പ്രോബ്ലമാണ്. അതുമാത്രമല്ല പാർക്കിലെ ക്യാറ്റ്സുമായിട്ട് വല്ലതും ആണ് ആയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇവിടെ ഒരു വലിയൊരു പ്രൊസീജിയർ ഒന്ന് ചെയ്യാൻ പോവാണ്. ബിസിനസ് ബേയിലുള്ള കാരാസ് എന്ന് പറയുന്ന വെറ്റിനറി ക്ലിനിക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് റെസ്ക്യൂ ചെയ്ത ക്യാറ്റ്സിന് ഡിസ്കൗണ്ട് അവർ വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സാധാരണ എൻ്റെ 3 ക്യാറ്റ്സിനെയും ഞങ്ങൾ ന്യൂട്രി ചെയ്യുകയും സ്പേ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ എൻ്റെ ബോയ് ക്യാറ്റിനെ ന്യൂട്രി ചെയ്തു, ഫീമെയിൽ ക്യാറ്റ്സിന് സ്പേ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഓൺ ക്യാറ്റ് അല്ലേ, അത് തന്നെ നല്ലൊരു എമൗണ്ട് ആയതാണ്. അവർക്ക് പാസ്പോർട്ടെല്ലാം എടുത്തിട്ടുണ്ട്. അഥവാ ഇവിടെ നിന്ന് ഞാൻ നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് പാസ്പോർട്ടും എടുത്തിട്ടുണ്ട്. ഇവളുടെ കാര്യത്തിൽ നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കൊണ്ട് കളഞ്ഞിട്ട് പോകുന്ന പേരൻസിന്റെ അടുത്ത് ഞാൻ പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് വെപ്രാളത്തിൽ ഓടി വല്ല വണ്ടിയും തട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രേ ക്യാറ്റ്സ് ഒക്കെ അതിനെ ആക്രമിക്കുകയും അതുമായിട്ട് മേറ്റ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആവുകയും അതിന് കുഞ്ഞുങ്ങളുണ്ടാവും, അത് പെരുവഴി കിടന്ന് വളരുകയും ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ വല്ല ബ്രീഡേഴ്സും എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ചെറിയ കൂട്ടിലിട്ടിട്ട് ബ്രീഡിങ്ങിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുടെ കണ്ണ് തുറപ്പിക്കാനും കൂടിയാണ് കേട്ടോ ഈ വീഡിയോ. കാരണം നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ ജീവികളെ ആയാലും വലിയ ജീവികളെ ആയാലും കിളികളെ ആയാലും ഒന്നും മേടിക്കാതിരിക്കുക. അപ്പൊ അവനവന്റെ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോവുക. കൗതുകം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാവക്കുട്ടിയെ മേടിച്ചു കൊടുക്കുക. അപ്പൊ അത്രയ്ക്ക് മനസ്സിന് വിഷമമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം പൈസയുടെ ചെലവല്ല വിഷയം,
ആ ഒരു അനിമൽ കടന്നു പോകുന്ന വിഷമങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്തായാലും മനുഷ്യരുടെ അടുത്തായാലും അനിമൽസിന്റെ അടുത്തായാലും കരുണ കാണിക്കുക. അതിനൊക്കെ ഒരുപാട് പൈസ ഉണ്ടാവണമെന്നും ഒന്നും ഇല്ല. അത്യാവശ്യം ഒരു ചെറിയൊരു മനസ്സിലൊരു ഇച്ചിരി നന്മ ഉണ്ടായിരുന്നാൽ മതി. അപ്പൊ ഇതുപോലെ ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്ത് മനസ്സ് മടുത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഇത്രയും പാവപ്പെട്ട ഒരു ജീവനെ കൊണ്ട് കളയുമ്പോഴത്തേക്കും ശരിക്കും ആലോചിക്കണം. നിങ്ങളുടെ വീട്ടില് നിങ്ങളെന്നും പറഞ്ഞിട്ട് നിന്നിരുന്ന ഒരു ജീവിയാണ്. നിങ്ങളായിരുന്നു ലോകം അതിന്റെ. ഓക്കെ, മെയിനായിട്ടും അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇവൾക്കിപ്പോ ഇൻക്ലൂഡിങ് പാസ്പോർട്ട് ആൻഡ് എവറിത്തിങ് 800 സംതിങ് ദിറംസേ ആവുന്നുള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് തന്നെ സ്പേയിങ്ങും വാക്സിനേഷനും റേബീസിന്റെ വാക്സിനേഷൻ ഉൾപ്പെടെ ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ കവേർഡ് ആണ്. അപ്പോൾ പാസ്പോർട്ടും കവേർഡ് ആണ്. അപ്പോൾ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ഇത് ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ ഈ സെയിം വെറ്റിനറി ക്ലിനിക്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കാരാസ് വെറ്റിനറി ക്ലിനിക് ആണ്, ബിസിനസ് ബേ ആണ്. ബിസിനസ് ബേ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചില വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്. പക്ഷേ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള വെറ്റിനറി ക്ലിനിക് ആണ്. അവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പ്രൊസീജിയർ സ്പേയിങ്, നോർമൽ സ്പേയിങ് ഒക്കെ ചെയ്യിപ്പിക്കാവുന്നതാണ്, റെസ്ക്യൂഡ് ക്യാറ്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ചാനലിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് മിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് പെറ്റ്സിന് വേണ്ടി തന്നെയാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ സ്ട്രേ ക്യാറ്റ്സിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഉള്ള റെസ്ക്യൂ സംഭവങ്ങൾ വരുമ്പം ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് പോകുന്നത്. റെസ്ക്യൂവേഴ്സിന് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരുപാട് ആൾക്കാർ ദുബൈയിലെ അനിമൽസിനെ, ക്യാറ്റ്സിനെയൊക്കെ റെസ്ക്യൂ ചെയ്യുന്ന, അനിമൽസിനെ ഇഷ്ടമുള്ള ആൾക്കാർ റെസ്ക്യൂവേഴ്സ് ഉണ്ട്. പലരുടെ അടുത്തും അഡോപ്ഷന് പോവാതെ ഒരുപാട് ക്യാറ്റ്സ് ഇങ്ങനെ ഡംഡായിട്ട് കിടപ്പുണ്ട്. ആർക്കും വേണ്ട. എല്ലാവരും ചോദിക്കുന്നത് ബ്രീഡാണോ, നല്ല ഫറി ആണോ, യങ് ആണോ, കിച്ചൺ ആണോ, ഇതൊക്കെയാണ് പല ആൾക്കാരുടെ ഡിമാൻഡ്. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ് ലവേഴ്സ് അല്ല അവർ. അവർക്കൊരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. ആ ഒരു കൗതുകം കഴിയുമ്പോൾ ഇതുപോലെ കൊണ്ടുചെന്ന് നടുറോടി കളയുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാർ ദയവ് ചെയ്ത് പെറ്റ്സിനെ മേടിക്കാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളൊരു പെറ്റിനെ മേടിക്കുന്ന സമയത്ത് ലൈഫ് ലോങ് അവരുടെ വേൾഡ് നിങ്ങളാണ്. നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി മെമ്പറായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ പെറ്റ്സിനെ മേടിക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ദൈവം മോളിൽ ഇരുന്ന് കാണുന്നുണ്ട്. ആ ഒരു ചിന്ത എപ്പോഴും റോഡിൽ കൊണ്ടുചെന്ന് ഇതുപോലൊരു ജീവിനെ ഇറക്കി വിടുമ്പോഴത്തേനും കണ്ടോ, ഇറക്കി വിടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിൽ ഒരു ചെറിയൊരു മനസാക്ഷി കുത്തെങ്കിലും തോന്നത്തില്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ കുറച്ചെങ്കിലും തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് UAE അതുപോലെ മറ്റ് ഗൾഫ് കൺട്രീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ അടുത്തും കൂടി പ്രത്യേകം പറയാനുള്ളതാണ്. കാരണം നമുക്ക് സ്പേസ് കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അനിമൽസിനെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അനിമലിനെ മേടിക്കാനുള്ള പ്ലാൻ ഉള്ളപ്പോൾ ഒരുപാട് തവണ ആലോചിക്കുക. കാരണം നാട്ടിലേക്ക് പോകുമ്പോൾ അതിനെ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആണെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോകില്ലല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടോ, അതിനെ ലൈഫ് ലോങ് നോക്കാൻ പറ്റുമോ നോക്കിയിട്ട് മാത്രമേ ദയവ് ചെയ്ത് പെറ്റ്സിനെ മേടിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇതുപോലെയുള്ള പാവപ്പെട്ട ജീവികളെ വഴിയിൽ കൊണ്ട് തള്ളരുത്. അത് കഴിഞ്ഞ് അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്റെ ഒരു ഹാപ്പിനെസ്സും കുറച്ച് കൺസേൺസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. Veterinary clinic. ഇപ്പോൾ ലഡുവിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ് പ്രഗ്നന്റ് ക്യാറ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഓരോ ദിവസം അവർ ബോർഡിങ്ങിൽ വെച്ചിട്ട് തരത്തുള്ളൂ ആഫ്റ്റർ ദ ഒബ്സർവേഷൻ. അവർ പറഞ്ഞത് നോർമലി ഇതുപോലെ റെസ്ക്യൂഡ് ക്യാറ്റ്സ്, സ്ട്രേസിനൊക്കെ ഒരുപാട് ഇവരിങ്ങനെ TNR ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു അഡോപ്ഷൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. മൈക്രോ ചിപ്പിങ് ഇന്ന് തന്നെ ചെയ്യും. അങ്ങനെ അതാണ് അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കുക അവളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗിങ് വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണരുത്. ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാനും നിങ്ങളുടെ ഒരു അനിമൽ കൊണ്ട് കളയുന്ന അനിമൽ കടന്നു പോകുന്ന അവസ്ഥയെ കൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ നാളെ എന്തായാലും ഞാൻ നിങ്ങൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. തിരിച്ചു പോകുന്നവർക്ക് ശരിക്കും വല്ലാത്ത ടെൻഷനായിരുന്നു. കാരണം അവള് പ്രഗ്നന്റ് ആവാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവളുടെ വയറ് വല്ലാതെ ബ്ലോട്ട് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സർജറി പ്രൊസീജിയർ നടക്കുവാണല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്കും ശരിക്കും ടെൻഷനായിരുന്നു. പ്രഗ്നന്റ് ആണെങ്കിലും അല്ലെങ്കിലും അവളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും മുമ്പോട്ട് അവൾക്ക് കുട്ടികളുണ്ടാവാതെ സേഫായിട്ട് നമ്മുടെ കൂടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ സ്പേയിങ് ചെയ്യേണ്ടുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ക്യാൻസർ ഹീറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. നമുക്ക് 3 ക്യാറ്റ്സ് ഉള്ളത് കൊണ്ട് അവളെ നമ്മുടെ കൂടെ അങ്ങനെ കാമായിട്ട് കീപ്പ് ചെയ്യാനും പാടായിരിക്കും. പിന്നെ ക്യാറ്റിന്റെ ലോങ് ലൈഫിന് എപ്പോഴും സ്പേ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ ലഡുവിൻ്റെ സർജറി കഴിഞ്ഞു. പിന്നെ അവരവിടെ നിന്ന് ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസിംഗ്ലി ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം വയറ് കണ്ടപ്പോഴായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞേ. സംഭവം ആളിന് യൂട്രസിൻ്റെ അകത്ത് ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്ക് സ്പേയിങ്ങിൻ്റെ കൂടെ
പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം പക്ഷേ അവൾക്ക് കിറ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ ഹെൽത്തി ആയിരിക്കില്ല, കീപ്പ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ആയിരിക്കില്ല, അത് ഒത്തിരി വീക്ക് ആയതുകൊണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും കിറ്റൻസ് ഇല്ല. യൂട്രസ് ഇൻഫെക്ഷൻ ചെറുതായിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്പേയിങ് കംപ്ലീറ്റ്ലി ചെയ്തു. ആള് സ്റ്റേബിളായി. ഇനിയിപ്പം രാത്രി നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യാം. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവളെ പോയി പിക്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആളെ പിക്ക് ചെയ്യാനായിട്ട്. പാവം സർജറിക്ക് 6 മണിക്കൂർ മുമ്പ് തന്നെ പട്ടിണിയാണ്. ഇനി കൊണ്ടുവന്നിട്ട് മിനിമം ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞേ ഫുഡ് കൊടുക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെഡേഷനൊക്കെ മാറി ആള് ബോധം വന്നിട്ടുണ്ട്. അവളുടെ ആ കാരിയറിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ലഡുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. Such a great news that is Laddu. So hi. പാക്കേജിലുള്ള ടെസ്റ്റുകൾ മാത്രമല്ലാതെ പാർവോ ടെസ്റ്റും കൂടി നമ്മൾ ചെയ്യിപ്പിച്ചു. പെറ്റ്സ് ഉള്ളവർക്കറിയാം പാർവോ നമ്മുടെ സ്ട്രേ അനിമൽസിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ അതും എന്തായാലും നെഗറ്റീവ് ആയിരുന്നു. കാരണം നമുക്ക് ക്യാറ്റ്സ് ഉള്ളതുകൊണ്ടും അവള് ഇപ്പോൾ വീക്കായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് ഉറപ്പായിട്ടും നിങ്ങൾ സ്ട്രേ അനിമൽസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യിപ്പിക്കണം. പാർവോ ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. കാറിനകത്ത് അവൾ വളരെ കാമായിട്ട് തന്നെ ഇരുന്നു. സെഡേഷൻ്റെ എഫക്റ്റൊക്കെ മാറി വരുന്നുണ്ട്. കഴുത്തിൽ കോണിട്ടിരിക്കുന്നതിൻ്റെ നല്ല അസ്വസ്ഥത അവൾ കാണിക്കുന്നുണ്ടായിരുന്നു. വയറ്റിൽ ലിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. സ്റ്റിച്ച് പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ ചെറിയ സ്റ്റിച്ചാണ്, ആകെ 2-3 സ്റ്റിച്ചേ ഉള്ളൂ. രാവിലെ 10 മണിക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്കിനി ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം കുറച്ച് വെറ്റ് ഫുഡ് ഞാൻ ഡൈല്യൂട്ടാക്കി കൊടുത്തായിരുന്നു വന്ന ഉടനെ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഡ്രൈ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ആണിത്. അത് കഴിഞ്ഞ് വീണ്ടും കോണിടാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. ശരിക്കും അവൾക്കൊട്ടും അത് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൾക്കൊരു കുഞ്ഞൊരു കുട്ടിയുടുപ്പ് ഉണ്ടാക്കി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വീട്ടിൽ ക്യാറ്റിനൊരു കുട്ടിയുടുപ്പ് ഉണ്ടാക്കിയിടാൻ തോന്നുന്നെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. ഞാൻ എൻ്റെ ലെഗിൻസ് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് 4 ഹോൾസ് ഇട്ടിട്ട് കഴുത്തിൻ്റെ ഭാഗത്തും 2 ചെറിയ ഹോള് ഒരു സ്ട്രിങ് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടു. എന്നിട്ട് ജസ്റ്റ് അത് കഴുത്തിൽ കെട്ടിക്കൊടുത്തു. ഫ്രണ്ടിൽ കാലിടുന്നതിൻ്റെ പോർഷനിൽ കൂടെ 2 കാലിട്ടു. അത്രേ ഉള്ളൂ. പുറകിൽ കാലിട്ടില്ല. അതിനുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നിയുകൊണ്ട് ആ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് അവിടെ ഒരു സ്ട്രിങ് ആക്കിയിട്ട് നമ്മൾ ഒട്ടും ടൈറ്റ് ആവാതെ കെട്ടിക്കൊടുത്തു. അപ്പോൾ ഫ്രോക്ക് പൊങ്ങി വരില്ല. കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൊങ്ങി വരില്ല. അവൾക്ക് വയറ് നക്കാനും പറ്റില്ല. അപ്പോൾ ആൾ വളരെ കംഫർട്ടബിളായിട്ട് നടക്കുന്നുണ്ട്. കണ്ടോ, ഇതാ സർജറി കഴിഞ്ഞതിൻ്റെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. എന്നാലും വൂണ്ട് നക്കാതെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ട് കംഫർട്ടബിളാണ് ആൾ. ലഡുക്കുഞ്ഞ് ഞങ്ങളുടെ കൂടെ എന്തായാലും സേഫായിരിക്കും. പക്ഷേ എല്ലാ ക്യാറ്റ്സിൻ്റെ അവസ്ഥ ഇതായിരിക്കണം എന്നില്ല. ദയവേത് ക്യാറ്റ്സിനെ കൊണ്ട് കളയുന്നതിന് മുമ്പ് എല്ലാവരും ഒന്നുകൂടി ആലോചിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.